ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെയ്യുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ പേസ്ട്രി റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പേസ്ട്രി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന തരത്തിലുള്ള നല്ലൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നമുക്ക് ആദ്യം ഈ ഒരു കേക്കിലോട്ടുള്ള സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ എല്ലാ കേക്കിലോട്ടും ഉണ്ടാക്കുന്ന ബേസിക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 കപ്പ് മൈദ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് വെച്ചിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഞാൻ കുറച്ച് വലുപ്പത്തിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. 2 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കപ്പ് മൈദ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഞാനിവിടെ ഒരു 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 8 മുട്ടയും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ബീറ്റർ വെച്ചിട്ടാണ് ഞാനിവിടെ ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിത് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് ബീറ്റായി കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര നേരിട്ടൊന്ന് ഇട്ട് കൊടുത്താലും മതി കുറേശ്ശെയായിട്ട്. അങ്ങനെ ആയാലും ബീറ്റ് ചെയ്ത് കിട്ടും. പക്ഷെ നമുക്ക് പഞ്ചസാര പൊടിച്ചതാകുമ്പം പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. അപ്പോൾ ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 1.5 to 2 കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ട നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് നല്ലോണം പൊന്തി വരണം. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ കേക്കിൽ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചെറു ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള പാൽ ഇതിലോട്ട് ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് പൊന്തി വരത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും നോർമൽ പാലെടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം എടുക്കുക. ഇനി നമുക്ക് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം, അതായത് ഒരു 1/4 കപ്പോളാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓയിലും പാലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, അതായത് ഫോൾഡ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതലായിട്ട് മിക്സ് ചെയ്യരുത്. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ബീറ്റർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലോ സ്പീഡിൽ വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ കൂടുതൽ നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് അത് മിക്സായി കിട്ടുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നിർത്താം. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആയതിന് നമ്മുടെ ബാറ്ററി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും. ഇനി റെഡി ആയിട്ടുള്ള ബാറ്ററി നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാനിലാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓയിൽ ഇതിലോട്ട് അടിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പം പേസ്ട്രി ആയതുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിലുള്ള പാൻ എടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്ക്വയർ ഷേപ്പിലുള്ള വലിയ കേക്ക് ടിൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിലാണ് കേക്ക് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിൻ തന്നെ യൂസ് ചെയ്യാം. അല്ല നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിൻ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് നമ്മുടെ കേക്ക് ടിന്നെ വെച്ച് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 35 to 40 മിനിറ്റ് വരെ വേണ്ടി വരും ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ക്ലീൻ ആണ് എന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പാസ്ട്രിയിൽ അത്രയും ലെയറും മതി. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ കേക്ക് ബോർഡിലോട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഞാൻ മുന്നേ തന്നെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീം എങ്ങനെ വിപ്പ് ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണാം കേട്ടോ. ആദ്യം കേക്ക് ബോർഡിലോട്ട് കുറച്ച് ഒന്ന് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക, നമ്മുടെ കേക്ക് ഒന്ന് അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഒരു ലെയർ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒരു 1.5 കപ്പ് വെള്ളത്തിലോട്ട് 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തിളപ്പിച്ചിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സദാ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്താൽ മതി. ഇപ്പോൾ ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതലായിട്ട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല പാസ്ട്രി ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ രീതിയിലുള്ള വിപ്പിംഗ് ക്രീം മതി. ഇനി ഈ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.
ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുന്ന സമയത്ത് വരുന്ന ഓപ്ഷനുകളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.